ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ദ്വാരപാലക സ്വർണ്ണപ്പാളി കവർച്ചാ കേസിൽ 4ാം പ്രതിയാണ് എസ് ജയശ്രീ. സെഷൻസ് കോടതി നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ എസ് ജയശ്രീ അവർക്ക് കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. എന്തായാലും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ എത്തുകയാണ്. എപ്പോഴേക്കായിരിക്കും കോടതി ഈ വിഷയം പരിഗണിക്കുക? ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി അത് ചെമ്പുപാളികളാണെന്നും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്നും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് മുൻ സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീയാണ്. അത് പൂർണ്ണമായിട്ടുള്ള അറിവോടെ നടത്തിയ നീക്കമാണ് എന്നുള്ളതാണ് 4ാം പ്രതിയാക്കിക്കൊണ്ട് എസ് ജയശ്രീയെ ഈ കേസിൽ ഉൾപ്പെടുത്തി SIT പറയുന്നത്. കൃത്യമായിട്ടുള്ള അറിവോടുകൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ അത് ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തി മിനിറ്റ്സിൽ രേഖപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം ഒരുക്കി എന്നുള്ളതാണ് ജയശ്രീക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് SIT കണ്ടെത്തൽ അതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സെഷൻസ് കോടതിയെ ജയശ്രീ സമീപിച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല. പക്ഷേ അറസ്റ്റ് ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് ഇന്ന് വരെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് ജയശ്രീ നേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ജയശ്രീ. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് മുൻകൂർ ജാമ്യ ഹർജി അത് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഇതിൽ പ്രധാനമായും നോക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചെമ്പുപാളികൾ നൽകി എന്നത് സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടുതൽ അഴിമതിക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് സ്വർണ്ണ കവർച്ച ചെയ്യുന്നതിന് അവസരമൊരുക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമത്തിന് മുന്നിൽ ഒരു ലൂപ്പ് ഹോൾ ഇട്ട് കൊടുത്തത് ഇത്തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണ് എന്ന് ഔദ്യോഗിക രേഖകളിൽ രേഖപ്പെടുത്തിയതായിരുന്നു. അതിൽ നേരത്തെ നമുക്കറിയാം മുരാരി ബാബുവിന് പങ്കുണ്ടായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. അതിനുശേഷം അതിൽ കൃത്യമായി രേഖകളിൽ തിരുത്തൽ നടത്തിയത് അല്ലെങ്കിൽ രേഖകളിൽ ഇത്തരത്തിൽ രേഖപ്പെടുത്തൽ നടത്തിയത് ഇപ്പോൾ ജയശ്രീ കൂടിയാണ് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയശ്രീയെ 4ാം പ്രതിയായി ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ ഒരു അഴിമതി നിരോധന നിയമം ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. ഏതായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും. ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. ഇതിനു മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു പലരുടെയും മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ അത്തരത്തിലുള്ള നീക്കമാണ് നടത്തിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരുന്നത്. സമാനമായിട്ടുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. SIT വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഏത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻകൂർ ജാമ്യത്തെ എതിർക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ജയശ്രീ ഈ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയത് ജയശ്രീയാണ്, മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ ജയശ്രീയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നിന്ന് ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്ത് അവിടെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ അവസരമൊരുക്കിയത് ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലാണ്. നേരത്തെ സമാനമായി മുരാരി ബാബു ഇതേ കാര്യം തന്നെയായിരുന്നു ചെയ്തത്. മുരാരി ബാബു ഇപ്പോൾ അറസ്റ്റിലാണ്. അതിനുശേഷം ഇപ്പോൾ പത്മകുമാർ അടക്കമുള്ളവർ, വാസു അടക്കമുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കേസിന്റെ ഹൈക്കോടതിയുടെ ഇന്നത്തെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജയശ്രീയുടെ അറസ്റ്റ് കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.